ഗുഡ് ഈവനിംഗ് ഡേസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെൻസെക്സും നിഫ്റ്റിയും ഓട്ടോമൊബൈൽ സെക്ടറിന്റെയും റിലയൻസിന്റെ എല്ലാം തന്നെ സഹായത്തോട് കൂടിയിട്ട് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. 24,300 മുകളിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് കിട്ടി. 27,900 മുകളിൽ സെൻസെക്സിന്റെ ക്ലോസിംഗ് കിട്ടി. നിഫ്റ്റിയിൽ നിന്ന് പ്രധാനമായിട്ടും നിഫ്റ്റിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് M&M, കോൾ ഇന്ത്യ, മാരുതി, ഐഷർ മോട്ടോഴ്സ്, ടെക്കമ്മ ആണ്. ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് നല്ല രീതിയിൽ നിഫ്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അദാനി പോർട്ട്, HDFC ലൈഫ്, ശ്രീരാം ഫിനാൻസ്, അൾട്രാടെക് സിമെന്റ്, ജിയോ ഫിനാൻസ് ആണ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയ കമ്പനീസ്. IT മേഖലയിൽ വീണ്ടും ഫ്രഷ് ബൈയിങ് കണ്ടു. ഇന്നലെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ 2000 കോടിക്ക് മുകളിൽ ബൈ ചെയ്തു. അതിന് മുമ്പുള്ള ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ FIS ബൈ ചെയ്തു. തുടർച്ചയായ 2 ദിവസം FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. നിക്കി ഏകദേശം 0.7% ഉയർന്നു. ചൈന മാർക്കറ്റിലും ഹോങ്കോങ് മാർക്കറ്റും കൂടാതെ തന്നെ ദക്ഷിണ കൊറിയൻ മാർക്കറ്റിലെല്ലാം തന്നെ സെല്ലിംഗ് പ്രഷർ കണ്ടു. ഇനി യൂറോപ്യൻ മാർക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്രാൻസ്, ജർമ്മൻ, ബ്രിട്ടൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവാണ്. ബ്രിട്ടനിലെ FTSE 100 എല്ലാം തന്നെ ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ നിലനിർത്തി. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു US ഫെഡ് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ നിലനിർത്തിയിരുന്നു. പക്ഷേ ഫെഡ് അവിടുത്തെ റേറ്റ് അൺചേഞ്ച് ആയതിനു ശേഷം ഇന്നലെ 1000 പോയിന്റിന് മുകളിൽ ഫോൾ രേഖപ്പെടുത്തി. എന്നാൽ ബ്രിട്ടനിലേക്ക് നോക്കുമ്പോൾ ഷെല്ല്, റോൾസ് റോയ്സ് തുടങ്ങിയ കമ്പനീസിൻ്റെ മികച്ച ക്വാർട്ടർ റിസൾട്ടിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് FTSE 100 അവിടെ പോസിറ്റീവായിട്ടാണ് നിലകൊള്ളുന്നത്. വാൾസ്ട്രീറ്റ് ഇന്നലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1000 പോയിന്റിന് മുകളിൽ വാൾസ്ട്രീറ്റ് ഫോളോ ചെയ്തിരുന്നു. നാസ്ഡാക്കും ഡോയും ഫോളോ ചെയ്തിരുന്നു. ഏകദേശം 2.14%, 1129 പോയിന്റിൻ്റെ ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. S&P 500 നാസ്ഡാക്കും എല്ലാം തന്നെ 1.5% മുകളിൽ ഫോൾ രേഖപ്പെടുത്തി. ടെക്നോളജി സ്റ്റോക്ക് ഉൾപ്പെടെ ഇന്നലെ അവിടെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. NVIDIA തുടങ്ങിയ സ്റ്റോക്കുകളിൽ ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 2 യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് പ്ലസ് ആയിരുന്നു. ജപ്പാൻ മാർക്കറ്റ് 400 പോയിന്റ് അഥവാ 0.7%. ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും പ്ലസ്സിലാണ് ഉള്ളത്. കൂടാതെ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 4084, സിൽവർ 58, ബിറ്റ്കോയിൻ 64,000 എന്ന നിലയിലാണ് ഉള്ളത്. ബ്രന്റ് ഓയിൽ 87 എന്ന നിലയിലും നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് അതിപ്പോൾ ബേസിക് ആയിക്കോട്ടെ, കമ്മോഡിറ്റി ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് കമ്പനിയിൽ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റ് 24,350 സ്പോട്ട്, പുട്ടിലും 24,200, 24,000 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 24,700 റേഞ്ചുകളിൽ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. തെർമാക്സ് നെറ്റ് പ്രോഫിറ്റ് 83% ഒരു ഫോൾ ഉണ്ടായി. എറ്റേണൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ ഈ തവണ 791 കോടി രൂപ ലോസാണ്. കഴിഞ്ഞ തവണ 1,197 കോടി രൂപ ലോസിൽ നിന്നും ലോസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മാൻകൈൻഡ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് 30% വർധനവ്. റെയിൻബോ മെഡിക്കെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% വർധനവ്. റെയിൽടെൽ നെറ്റ് പ്രോഫിറ്റ് 66 കോടി രൂപയാണ് ഈ തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റായ ഒരു നെറ്റ് പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. നിവ ബൂപ്പ ഇൻഷുറൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 71 കോടി രൂപയിൽ നിന്ന് 140 കോടി രൂപയിലേക്ക് ഉയർന്നു. ചമ്പൽ ഫെർട്ടിലൈസർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 640 നിന്ന് 700 കോടി രൂപയിലേക്ക് ഉയർന്നിരുന്നു. JBM ഓട്ടോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 36 കോടി രൂപയിൽ നിന്ന് 42 കോടി രൂപയിലേക്ക് ഉയർന്നു. ബജാജ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റിൽ 28% വർധനവ് രേഖപ്പെടുത്തി. വേദാന്ത നെറ്റ് പ്രോഫിറ്റ് 72% ഇയർ വർധനവ് രേഖപ്പെടുത്തി. അജന്ത ഫാർമ നെറ്റ് പ്രോഫിറ്റ് 255 നിന്ന് 330 കോടി രൂപയിലേക്ക് വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് എല്ലാ ദിവസവും രാവിലെ ഉണ്ട്. അപ്പോൾ കാണാം. താങ്ക് യു ഓൾ.